ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പക്കൽ മൾട്ടിപ്പിൾ സിഗ്നൽസ് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെയെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ സിഗ്നൽ ആക്കിയിട്ട് ഒരു ഷെയർഡ് മീഡിയം വഴി സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലെക്സിങ് എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ റിസോഴ്സസ് അതിൻ്റെ യൂസേജ് എഫിഷ്യൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമുക്കൊരു നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്യാവുന്ന ഡേറ്റയുടെ എമൗണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കും. ഇപ്പോൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് എക്സാക്ട്ലി നമ്മൾ മീൻ ചെയ്യുന്നത് മൾട്ടിപ്പിൾ സോഴ്സസ് ഉണ്ട്, പക്ഷെ ഒറ്റ ലിങ്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. n ഇൻപുട്സ് കാണും, 1 ലിങ്കേ കാണുകയുള്ളൂ. നമ്മളിവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഒരു മക്സ് യൂസ് ചെയ്തിരിക്കുകയാണ്. എല്ലാ ഡിവൈസസും, സപ്പോസ് ഇവിടെ ഈ n ഇൻപുട്സും വരുന്നത് മൾട്ടിപ്പിൾ ഡിവൈസസ് എന്നാണെന്നിരുന്നോട്ടെ, ഈ n ഡിവൈസസും നമ്മൾ ഈ മക്സിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ മക്സ് എന്ന് നമുക്ക് എന്തുണ്ട്, ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ട് നമ്മുടെ പക്കല്. ഈ ലൈൻ എന്ന് പറയുന്നത് ഈ വരുന്ന n ഇൻപുട്സിനെയും, അതായത് n ചാനൽസ് എന്നുള്ള ഇൻപുട്സ് ഈ ഒരു ഒറ്റ ലൈൻ വഴിയാണ് എങ്ങോട്ടേക്ക് പോകുന്നത്, ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഈ ലിങ്ക് എന്ത് ചെയ്യും, മൾട്ടിപ്പിൾ ചാനൽസ് ഓഫ് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നു. അതായത് സെവറൽ ലൈൻസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ലൈൻസ് ഔട്ട്, അല്ലേ? അതല്ലേ നടക്കുന്നത് ശരിക്കും. ഡേറ്റ കമ്മ്യൂണിക്കേഷന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ പ്രിസൈസ്ലി സെയിങ് ഇറ്റ്സ് എ ഷെയറിംഗ് ഓഫ് എ മീഡിയം ഓർ ബാൻഡ്വിഡ്ത്ത്. മൾട്ടിപ്പിൾ സിഗ്നൽസ് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ സോഴ്സസിലേക്ക് വരുന്നു, അതെല്ലാം കമ്പൈൻ ചെയ്യുന്നു. കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ലൈൻ വഴി നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലോട്ട് മൾട്ടിപ്ലെക്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലെക്സിങ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ മക്സ് എന്നുള്ളതും, ഇനി ഈ 1 ലിങ്ക് വഴി n ചാനൽസ് എന്നുള്ള ഇൻപുട്സ് അല്ലേ എന്ത് ഡെസ്റ്റിനേഷന്റെ എൻഡിൽ എത്തുന്നത്. അന്നേരം അത് നമുക്ക് ഡീമൾട്ടിപ്ലെക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡിമക്സ് എന്ന്, ഡീമൾട്ടിപ്ലെക്സർ. ഓക്കെ, അതെന്താ ചെയ്യുന്നത്, ഒരു സിംഗിൾ ഇൻപുട്ട് ലൈൻ എടുത്തിട്ട് അതിന്ന് n ഔട്ട്പുട്ട് ലൈൻസ് ജനറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ നമുക്ക് n ഇൻപുട്ട് ലൈൻസ് കാണും. അതിനെ ഒരു മൾട്ടിപ്ലെക്സർ വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത് കമ്പൈൻ ചെയ്ത് ഒറ്റ സിഗ്നൽ ആക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഒറ്റ സിഗ്നൽ എന്ന് പറയുമ്പോൾ അതൊരു കോമ്പോസിറ്റ് സിഗ്നൽ ആവാം. എന്നിട്ട് ഒരു ലിങ്ക് വഴി അയക്കുന്നു. അപ്പുറത്തെ എൻഡില് ഈ സിഗ്നൽസ് എല്ലാം ഒരു ഡീമൾട്ടിപ്ലെക്സറിലേക്ക് നമ്മൾ പാസ് ചെയ്യാണ്. അത് എന്ത് ചെയ്യുന്നു, അതിന്റെ റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻസിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് ഏത് സിഗ്നൽ ആണോ എത്തേണ്ടത് അതിനെ അങ്ങോട്ട് എത്തിക്കുന്നു. അതാണ് നടക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലെക്സിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ വരുന്നുണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഇതിൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിൽ 2 ക്ലാസിഫിക്കേഷൻ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. ഈ 3 പേരുകളും ഓർത്തു വെക്കണം. ഇതിൽ ഓരോന്നും എന്താന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ആണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ബേസിക്കലി നമ്മുടെ ബാൻഡ് വിഡ്ത്തിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു സിംഗിൾ ഫിസിക്കൽ മീഡിയത്തിന്റെ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ നമ്പർ ഓഫ് സ്മോൾ ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസി ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു 3 ചാനൽസ് ആണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ബാൻഡ് വിഡ്ത്ത്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിസിക്കൽ മീഡിയ പഠിക്കുമ്പോൾ പെർഫോമൻസ് മെട്രിക്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ, അതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഫിസിക്കലി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ സിംഗിൾ ഫിസിക്കൽ മീഡിയത്തിന്റെ ബാൻഡ് വിഡ്ത്തിനെ എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ചെറിയ ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസി ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ എത്ര ഇൻപുട്ട് ലൈൻസ് ഉണ്ട് അത്രയും നമ്പർ ഓഫ് ലൈൻസ് ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒറ്റയടിക്ക് അത്രയും ഫ്രീക്വൻസീസിലുള്ള സിഗ്നൽസ് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് അപ്പുറത്തെ എൻഡിൽ ഡിമക്സ് ചെയ്ത് അതാത് ഔട്ട്പുട്ട് ലൈൻസിലോട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ലൈൻസിലോട്ട് അങ്ങോട്ടേക്ക് റിസീവ് ആയിക്കോളും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ, അതുപോലെ തന്നെ ടെലിവിഷൻ, അതിലൊക്കെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ FDM, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്റർ ചാനൽ ക്രോസ് ടോക്സ് ഒരുപാട് ഉള്ളതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഇന്റർ ചാനൽ ക്രോസ് ടോക്ക് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ അൺയൂസ്ഡ് സ്ട്രിപ്സ് ഓഫ് ബാൻഡ് വിഡ്ത്ത് എന്ത് ചെയ്യും, ഓരോ ചാനലിന്റെയും ഇടയിൽ അങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യും. ഈ അൺയൂസ്ഡ് സ്ട്രിപ്സ് ഉണ്ടല്ലോ ഓരോ ചാനലിനും ഇടയിൽ വരുന്ന, ഈ ചാനൽസിന്റെ ഇടയിൽ വരുന്ന അൺയൂസ്ഡ് സ്ട്രിപ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഗാർഡ് ബാൻഡ്സ്. ഓക്കെ, ഈ ഒരു ടെർമിനോളജി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇതിവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ്? നമ്മുടെ സിംഗിൾ ഫിസിക്കൽ മീഡിയത്തിന്റെ ബാൻഡ് വിഡ്ത്തിനെ നമ്മൾ ചെറിയ ഇൻഡിപെൻഡന്റ് ഫ്രീക്വൻസി ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് ഓർത്തു വയ്ക്കാം. നൗ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. FDM-ൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ബാൻഡ് വിഡ്ത്തിനെ ചാനൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്തത്. TDM-ലാണെങ്കിൽ നമ്മൾ ടൈമാണ് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഓരോ കണക്ഷനും ഇപ്പൊ ഇതിനകത്തേക്ക് വരുന്ന ഓരോ ഇൻപുട്ട് ലൈനും എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടെ ഒരു 1 2 3 4 ഇൻപുട്ട് ലൈൻസ് ആണ് ഉള്ളത്. ഓരോന്നിനും ഓരോ ടൈം പോർഷൻ അസൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ? 1-ന് വേണ്ടിയിട്ട് ഒരു പോർഷൻ അസൈൻ ചെയ്തു, 2-ന് വേണ്ടി അസൈൻ ചെയ്തു, 3-ക്ക് വേണ്ടി അസൈൻ ചെയ്തു, 4-ന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തു, ആൻഡ് ദെൻ അഗെയിൻ വി കം ടു 1-ന് വേണ്ടിയിട്ട് കുറച്ച് സമയം അലോട്ട് ചെയ്ത് കൊടുത്തു, പിന്നെ 2-ന് വേണ്ടിയിട്ട് 3, ദെൻ 4. ഒരു കൈൻഡ് ഓഫ് റൗണ്ട് റോബിൻ CPU ഷെഡ്യൂളിംഗ് അൽഗരിതം പോലെയാണ് ഈ പറയുന്ന ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിൽ വർക്ക് ചെയ്യുന്നത്. ഇതിലൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിൽ എല്ലാ സിഗ്നൽസും ദേ ഓപ്പറേറ്റ് വിത്ത് ദ സെയിം ഫ്രീക്വൻസി, അല്ലെങ്കിൽ എന്ത് പറയാം, സെയിം ഫ്രീക്വൻസി അല്ലെങ്കിൽ സെയിം ബാൻഡ് വിഡ്ത്ത്, ബട്ട് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. ഓക്കെ, രണ്ട് തരത്തിലുള്ള ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഉണ്ട്. സിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും. ഈ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് TDM-ൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ സിൻക്രണസ് TDM അല്ലെങ്കിൽ സിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് നമ്പർ ഓഫ് ഡിവൈസസ് കാണുമായിരിക്കും. അതിൽ ഓരോ ഡിവൈസിനും ഒരു സ്പെസിഫിക് ടൈം സ്ലോട്ടും അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഫ്രെയിം വൈസ് ആയിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിന് ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഓരോ ഡിവൈസിനും ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, ആ അസൈൻഡ് സ്ലോട്ടിൽ ഡേറ്റ സെൻഡ് ചെയ്തോളണം. ഓക്കെ, അതാണ് സിൻക്രണസ് TDM എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ സിൻക്രണസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, ഈ സെൻഡ് ചെയ്യുന്ന സെൻഡറുടെ എൻഡിലെ മക്സും റിസീവറുടെ എൻഡിലെ മൾട്ടിപ്ലെക്സറും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുകൊണ്ടാണ് ഇതിന് സിൻക്രണസ് TDM എന്ന് പറയുന്നത് തന്നെ. ഒറിജിനൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ് ഈ പറയുന്ന സിൻക്രണസ് TDM കേട്ടോ. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടൈം സ്ലോട്ട്സിനെ നമ്മൾ ഫ്രെയിംസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യും. കണ്ടോ, ഫ്രെയിംസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ഫ്രെയിമിനകത്ത് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഒരു സൈക്കിൾ ഓഫ് ടൈം സ്ലോട്ട്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ABCDE ഇങ്ങനെ 5 ഡിവൈസസ് ആണ് ഈ മൾട്ടിപ്ലെക്സറിലോട്ട് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഓരോന്നിനും ഈ 5 ഡിവൈസസിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം സ്ലോട്ട് ഓരോ ഫ്രെയിമിലും അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡിവൈസിന് ഡേറ്റ സെൻഡ് ചെയ്യാനില്ലെങ്കിൽ, ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മൾ ഡേറ്റ സെൻഡ് ചെയ്യുമ്പോൾ A1 B1 D1 എയും ബിയും ഡിയും ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, ബട്ട് C ഹാസ് നത്തിങ് ടു സെൻഡ് ആൻഡ് E ഹാസ് നത്തിങ് ടു സെൻഡ്. ആ ടൈമിലെ ഫ്രെയിം കണ്ടോ, A1 ഒരു സ്ലോട്ട് കൊടുത്തു, B1 ഒരു സ്ലോട്ട് കൊടുത്തു, പക്ഷെ C1 ഹാസ് നത്തിങ് ടു സെൻഡ്, സോ ഇറ്റ് വിൽ ബി കെപ്റ്റ് ആസ് ബ്ലാങ്ക് ആ ഫ്രെയിമിനകത്ത്. ദെൻ D1 ഒരു
ഡേറ്റ സെൻഡ് ചെയ്യാനുണ്ട്, ബട്ട് ഇ ഹാസ് നത്തിങ് ടു സെൻഡ്, സോ ഇറ്റ് വിൽ ബി കെപ്റ്റ് ബ്ലാങ്ക്. ഓക്കെ, ഇറ്റ് വിൽ ബി കെപ്റ്റ് എം ടി. ഇനി നെക്സ്റ്റ് ഫ്രെയിമിനകത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഡേറ്റ നോക്കൂ. എ ഹാസ് നത്തിങ് ടു സെൻഡ്, ബി ടു ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്, സി ഹാസ് നത്തിങ് ടു സെൻഡ് അഗെയിൻ, ദെൻ ഡി ടു സെൻഡ് ചെയ്യുന്നുണ്ട്, ഇ ടു സെൻഡ് ചെയ്യുന്നുണ്ട്. സോ എ ഈസ് എം ടി ആൻഡ് സി ഈസ് എം ടി. ബാക്കിയുള്ളവരെല്ലാം എന്താണ് സെൻഡ് ചെയ്യാനുള്ളത്? ആ ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ടൈം സ്ലോട്ട്സിനെ ഫ്രെയിംസ് ആക്കി ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരു ഫ്രെയിമിനകത്ത് തന്നെ എന്താണ്, ഒരു സൈക്കിൾ ഓഫ് ടൈം സ്ലോട്ട്സ് ഉണ്ട്. സിൻക്രണസ് TDM എന്ന് പറയുന്നത് ശരിക്കും എഫിഷ്യന്റ് അല്ല. കാരണം ഇൻപുട്ട് ഫ്രെയിമിന് ഡേറ്റ സെൻഡ് ചെയ്യാനില്ല എങ്കിൽ സ്ലോട്ട് റിമൈൻസ് എം ടി ഇൻ ദ ഔട്ട്പുട്ട് ഫ്രെയിം. അത് നമ്മളിവിടെ കണ്ടു, ഇവിടെ എം ടി ആയിട്ട് കിടക്കുന്നത് അല്ലേ. ഓരോ ഫ്രെയിമിന്റെയും ബിഗിനിങ്ങിൽ നമ്മളൊരു സിൻക്രണസ് ബിറ്റ് മെൻഷൻ ചെയ്യണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ മക്സിനും ഡിമക്സിനും പ്രോപ്പറായിട്ട് സിൻക്രണൈസേഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിൽ, ഒരു അഗ്രിമെന്റിൽ പോവാനായിട്ട് സാധിക്കുള്ളൂ. അതായത് അയച്ചിട്ടുള്ള ഡേറ്റ അവിടെ റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യണമല്ലോ. ഡേറ്റ ഇങ്ങനെ എന്ത് ചെയ്യും, ടൈം സ്ലോട്ട്സ് ആയിട്ട് ആസ് ഗ്രൂപ്പ് ഓഫ് ഫ്രെയിംസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സിൻക്രണസിനകത്ത് സെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഡേറ്റ ഒന്നും സെൻഡ് ചെയ്യാനില്ലാത്ത കേസിൽ എം ടി ആയിട്ടായിരിക്കും ആ ഒരു സ്ലോട്ട് പോകുന്നത്. ഓക്കെ, ഇത് എഫിഷ്യന്റ് അല്ല. സ്റ്റാറ്റിസ്റ്റിക്കൽ TDM, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിൽ എന്ന് പറഞ്ഞിട്ട് വെച്ചാല് ഔട്ട്പുട്ട് ഫ്രെയിം എന്താ ചെയ്യണത് വെച്ചാല് ഇറ്റ് കളക്ട്സ് ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഫ്രെയിം ടിൽ ഇറ്റ് ഈസ് ഫുൾ, നോട്ട് ലീവിങ് ആൻ എം ടി സ്ലോട്ട് ലൈക്ക് ഇൻ സിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഇവിടെ നിങ്ങൾ കണ്ടോ, നേരത്തെ പോലെ തന്നെ നമുക്ക് 5 ഡിവൈസസ് ഉണ്ട്, A B C D E. ഓക്കെ, സെൻഡറിന്റെ എൻഡിൽ ഒരു മക്സ് ഉണ്ട്, ദെൻ റിസീവറിന്റെ എൻഡിൽ ഒരു ഡിമക്സ് എന്തായാലും കാണും അല്ലേ. ഇതിനകത്ത് കണ്ടോ, A1 B1 D1 ആണ് നമുക്ക് സെൻഡ് ചെയ്യാനുള്ളത് വെച്ചാൽ ഫസ്റ്റ് ഫ്രെയിമിൽ, ഫ്രെയിംസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് ടൈം സ്ലോട്ട്സിനെ. A1 ആ ഒരു ഡാറ്റയുടെ അഡ്രസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡേറ്റ ഇൻ ദ സ്ലോട്ട്, അതും കൂടെ നമ്മളൊപ്പം അറ്റാച്ച് ചെയ്യണം. A1 അതിന്റെ അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്യണം. Then next B1 ഉണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ. C has nothing to send, so we are not mentioning it. Then D has something to send, so ആ ഒരു ഡേറ്റയും അതിന്റെ അഡ്രസ്സും നമ്മൾ മെൻഷൻ ചെയ്യണം ആ ഫ്രെയിമിനകത്ത്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫ്രെയിമും സെൻഡ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഫ്രെയിമിനകത്ത് എന്താണ്, ഏതൊക്കെയാണ് സെൻഡ് ചെയ്യാനുള്ളത്? A has nothing to send, B2 സെൻഡ് ചെയ്യുന്നുണ്ട്, C has again nothing to send, D2 സെൻഡ് ചെയ്യണം, E2 സെൻഡ് ചെയ്യണം. So we will be sending B2 and its address, then D2 its address, and then E2 and its address. Okay, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഫ്രെയിം സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് നമ്മൾ സിൻക്രണസ് TDMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ എഫിഷ്യന്റ് ആണ്. കാരണം എന്താണ്, എം ടി സ്ലോട്ട്സ് വെറുതെ നേരത്തെ പോലെ ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല റൗണ്ട് റോബിൻ ഫാഷനിൽ അല്ലേ. അതായത് ചാനൽ കപ്പാസിറ്റി നമ്മൾ ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതുവഴി ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതിനകത്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിനകത്ത്. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റും കൂടെ ഓർത്ത് വെക്കാം. ഇനി അനദർ ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് ഈസ് വേവ്ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഓർ WDM. ഇത് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്യേണ്ടത്, ഈ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ഇൻക്രീസ് കപ്പാസിറ്റി. എങ്ങനെയാണ് ആ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? ബൈ ട്രാൻസ്മിറ്റിംഗ് മൾട്ടിപ്പിൾ ഒപ്റ്റിക്കൽ സിഗ്നൽസ് സൈമൾട്ടേനിയസ്ലി. കണ്ടോ, ഡിഫറെന്റ് ട്രാൻസ്പോണ്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഒരു മക്സ് ഉണ്ട് സെന്റർ എൻഡിൽ, റിസീവർ എൻഡിൽ ഡിമക്സ് ഉണ്ട്, അഗെയിൻ ട്രാൻസ്പോണ്ടേഴ്സ് ഉണ്ട്. നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്പിൾ സിഗ്നൽസ്, മൾട്ടിപ്പിൾ വെറും സിഗ്നൽസ് അല്ല, ഒപ്റ്റിക്കൽ സിഗ്നൽസ് ഒരു മക്സ് വഴി കടത്തി വിടുന്നു. ആ മക്സ് എന്താണ് പെർട്ടിക്കുലർലി ചെയ്യുന്നത്? ഒരു സിംഗിൾ ഫൈബർ ഒപ്റ്റിക്കൽ കേബിള് പ്രസൻസ് ഉണ്ടെങ്കിൽ അതുവഴി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സൈമൾട്ടേനിയസ്ലി ഈ സിഗ്നൽസ് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഓരോന്നും എങ്ങനെയായിരിക്കും? ഈച്ച് വിത്ത് എ ഡിഫറെന്റ് വേവ് ലെങ്തിലായിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓരോ സിഗ്നലും, ഇത് കൂടെ പോകുന്ന ഓരോ സിഗ്നലും ഡിഫറെന്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
മക്സ് എന്താ ചെയ്യുന്നത്, ഈ വരുന്ന എല്ലാ സിഗ്നൽസിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ ഒരു സിഗ്നൽ ആയിട്ട് ഒരു സിംഗിൾ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ട്രാൻസ്മിഷൻ ചെയ്യാണ് ചെയ്യുന്നത്. റിസീവർ എൻഡിലാണെങ്കിലോ സിഗ്നൽസ് എല്ലാം സെപ്പറേറ്റ് ചെയ്യും. എന്തിന്റെ ബേസിസിൽ? അതിന്റെ വേവ് ലെങ്സിന്റെ ബേസിസിൽ. അതിനെ ഡീമൾട്ടിപ്ലക്സ് ചെയ്തിട്ട് അതിനെ റൗട്ട് ചെയ്തിട്ട് റെസ്പെക്റ്റീവ് ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണോ അങ്ങോട്ടേക്ക് എത്തിക്കും നമ്മൾ. ഓക്കെ, നമ്മളിത് യൂസ് ചെയ്യുന്നത് കേബിൾ TV, അതുപോലെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, ഡേറ്റ സെന്റേഴ്സ് ഫോർ ഹൈ സ്പീഡ് ലോങ് ഡിസ്റ്റൻസ് ഡേറ്റ ട്രാൻസ്മിഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ WDM അഗെയിൻ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഡെൻസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും കോസ് വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും. ഡെൻസ് കേട്ടോ, ഡെൻസും കോസും തെറ്റിപ്പോവരില്. ഈ ഡെൻസ് എന്ന് പറയുന്നത് വി യൂസ് ദിസ് to multiplex a large number of optical signals onto a single fiber. Typically up to 80 channels vare, with a spacing of 0.8 nanometers or less between the channels. അങ്ങനെയാണ് വേവ് ലെങ്ത് വരുന്നത്. ഓക്കെ, then coarse wavelength division multiplexing ആണെങ്കിലോ it is used for lower capacity applications ആണ്. typically up to 18. നേരത്തെ 80 ആണ് ചാനൽസ് വരുന്നതെങ്കിൽ ഇതിനകത്ത് 18 ചാനൽസ് വരെ with a spacing of 20 nanometer between the channels. ഓക്കെ, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ ഡേറ്റ റേറ്റ്സ് ആൻഡ് കപ്പാസിറ്റി ആണ്, ലോവർ പവർ കൺസെപ്ഷൻ ആണ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ റിഡ്യൂസ്ഡ് എക്യുപ്മെന്റ് കോംപ്ലക്സിറ്റി, ഫ്ലെക്സിബിൾ ആണ്, അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഓക്കെ, സോ ഓവറോൾ നമ്മൾ മൾട്ടിപ്ലെക്സിങ്ങിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാൻഡ് വിഡ്ത്ത് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡേറ്റ ട്രാൻസ്മിഷൻ ഇൻക്രീസ് ചെയ്യാം, സ്കെയിലബിലിറ്റി, അതുപോലെ ഫ്ലെക്സിബിലിറ്റി അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ചില സമയത്ത് സിങ്ക്രണൈസേഷൻ ഇഷ്യൂസ് വന്നേക്കാം മൾട്ടിപ്ലെക്സ് ചെയ്യുമ്പോൾ, അല്ലെ? സിഗ്നൽസ് മൾട്ടിപ്ലെക്സ് ചെയ്യുന്നത് വഴി. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സിഗ്നൽസ് നമ്മൾ ഒന്നായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ ഡിലേസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഓരോ ഡേറ്റ സ്ട്രീമും ഒറ്റയ്ക്ക് പ്രോസസ് ചെയ്ത് സിങ്ക്രണൈസ് ചെയ്ത് ഡീമൾട്ടിപ്ലെക്സ് ചെയ്തിട്ട് വേണം റിസീവ് ചെയ്യാനായിട്ട് റിസീവർ എൻഡിൽ. സോ ദർ ആർ ചാൻസസ് ഓഫ് ഡിലേസ്. സിഗ്നൽ ഡീഗ്രേഡേഷൻ വേണമെങ്കിൽ സംഭവിച്ചേക്കാം. അത് ലോങ് ഡിസ്റ്റൻസസ് ആണെങ്കിൽ മൾട്ടിപ്ലെക്സ്ഡ് സിഗ്നൽസിന് എന്താ ഡീഗ്രേഡേഷൻ, ഇന്റർഫിയറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അഡീഷണൽ മെഷേഴ്സ് ഇടയ്ക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും, ലൈക്ക് ബൂസ്റ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ്. അങ്ങനെ നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ശരിക്കും ഈ മൾട്ടിപ്ലെക്സിങ്ങിന് വേണ്ടിയിട്ട് റിസോഴ്സസിന്റെ അലോക്കേഷനും മാനേജ്മെന്റും ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആണ്. അത് നമ്മൾ കെയർഫുള്ളി പ്ലാൻ ചെയ്ത് റിയൽ ടൈം അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ട് കൺജഷൻ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മാത്രമേ എഫിഷ്യന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. ഇങ്ങനെ കുറച്ച് ഡ്രോബാക്സ് കൂടെ മൾട്ടിപ്ലെക്സിങ്ങിന് ഉണ്ട് കേട്ടോ. അപ്പൊ മൾട്ടിപ്ലെക്സിങ് എന്ന ടോപ്പിക് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.